എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെയുള്ള ഗ്രിൽഡ് ഫിഷ് എങ്ങനെയാണ് ഓവനിൽ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പം നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുള്ളത് OTG ഓവനിലാണ്. OTG ഓവനിലും അതുപോലെ തന്നെ കൺവെക്ഷൻ ഓവനിലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു തുള്ളി എണ്ണ പോലും ചേർത്തിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഗ്രിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഗ്രില്ലൊന്നും ഇല്ലാതെ ഒരു ട്രെയിലാണ് ഈ ഒരു മീൻ ഗ്രിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മീൻ ഗ്രിൽ ചെയ്യാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സീ ബ്രീമാണ്. സീ ബ്രീം എന്ന് പറയുന്ന മീൻ നല്ല ടേസ്റ്റാണ് ഗ്രില്ല് ചെയ്യാനും അതുപോലെ കറി വെക്കാനായിട്ടും. നന്നായിട്ട് കഴുകിയതിന് ശേഷം വരഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു മീൻ അത്യാവശ്യം നല്ല ഓയിലി മീനാണ്. അപ്പം ഇതിലേക്ക് എണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അപ്പോൾ ഇതിലേക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഒരു 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ്. ഇനി മീൻ വറക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുരുമുളക് പൊടിയോടൊപ്പം തന്നെ ഒരു 2 നുള്ള് കായം കൂടി ചേർത്ത് കൊടുക്കാം. 2 നുള്ള് കായം, അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ജീരകം, ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം. ഇത് രണ്ടും ചേർക്കുമ്പോൾ മീൻ വറുത്തതിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ നാരങ്ങ നീരാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ നാരങ്ങയുടെ നീരോ അല്ലാന്നുണ്ടെങ്കിൽ വിനീഗറോ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴമ്പ് വരത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഈ മസാല ഇനി നമുക്ക് ഈ മീനിൽ നന്നായിട്ടൊന്ന് പുരട്ടണം. അപ്പോൾ ഇത് പുരട്ടിയിട്ട് 1 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ മീനിലേക്ക് ഇത് നന്നായിട്ട് പിടിച്ചു കിട്ടും. അതുപോലെ നമ്മൾ വരഞ്ഞ ഭാഗത്തേക്കൊക്കെ ഒന്ന് ഈ ഒരു മസാല ഒന്ന് വെച്ച് കൊടുക്കുക. അതുപോലെ ഇതിൻ്റെ വയറിനുള്ളിലേക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മളിതിൽ എണ്ണ ഒന്നും ചേർത്തിട്ടില്ല ഈ ഒരു മസാലയിൽ. അപ്പോൾ നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട് ഒരു ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ അല്ലാന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഇടണം, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഒട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ നമ്മൾ എണ്ണ ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പേപ്പർ വേണം. അപ്പോൾ നമ്മൾ പ്രീഹീറ്റായി കിടക്കുന്ന അവനിലേക്ക് നമ്മൾ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ 200 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് തിരിച്ചൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ OTG ഓവൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തും കൂടെ ഹീറ്റ് കൊടുക്കുന്ന കാരണം ഇത് നന്നായിട്ട് തന്നെ ബേക്കായി കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ താഴ്ഭാഗം വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, താഴ്ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, ഒട്ടും തന്നെ പൊട്ടിയൊന്നും പോയിട്ടില്ല. അതുപോലെ മുകൾ ഭാഗവും വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൺവെക്ഷൻ ഓവൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകുതി സമയമാകുമ്പം ഈ ഒരു മീനൊന്നും മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ബേക്ക് ചെയ്തെടുക്കാം. അപ്പം OTG ഓവനിലാണ് ഇത്ര സമയം എടുത്തിട്ടുള്ളത്. കൺവെക്ഷൻ ഓവനിൽ ചിലപ്പോൾ കൂടുതൽ സമയം എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓവൻ്റെ ടൈമും ടെമ്പറേച്ചറും ഒക്കെ അനുസരിച്ചിട്ട് ഇത് വേരി ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്